ക്രിക്കറ്റ് ചിത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നു മുതൽ IPL പൂരം തുടങ്ങുകയാണ്. ക്രിക്കറ്റ് പ്രേമികളൊക്കെ അതിൻ്റെ ഒരു ആവേശത്തിലാണ് ഉള്ളത്. ഇന്ന് വൈകിട്ട് 7:30 ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും സൺറൈസേഴ്സ് ഹൈദരാബാദ് തമ്മിൽ ഒരു തീപാറുന്ന പോരാട്ടമാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ഈ വീഡിയോയിൽ പിച്ച് റിപ്പോർട്ട്, ടീം ന്യൂസ്, പോസിബിൾ 11 എന്നീ കാര്യങ്ങൾ വിശദമായിട്ട് നോക്കാം. പിച്ച് റിപ്പോർട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ബാറ്റിംഗ് ട്രാക്കാണ് കാണുന്നത്. പൊതുവെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ സ്വഭാവം വെച്ചിട്ട് ബാറ്റിംഗ് ട്രാക്ക് തന്നെയാണ്. അതായത് അവിടെ എപ്പോഴും ഒരു ഹൈ സ്കോർ മാച്ചാണ് ഉണ്ടാവാറുള്ളത്. ഇന്നും അതുപോലൊരു പിച്ച് തന്നെയാണ് കാണുന്നത്. പിന്നെ ഇപ്പോൾ ഈവനിങ് ഗെയിമാണല്ലോ, അപ്പോൾ ഡ്യൂ വരാനുള്ള നല്ല സാധ്യതയാണ്. ഇന്നലെ അവരുടെ കോച്ച് ആൻഡി ഫ്ലവറത്തിന് വിശദമായിട്ട് പറഞ്ഞത് ഡ്യൂ വരാനുള്ള സാധ്യത കൂടുതലാണെന്ന്. അങ്ങനെയാണെങ്കിൽ ടോസ് കിട്ടുന്ന ടീം ബൗളിംഗ് തിരഞ്ഞെടുക്കാനുള്ള സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ ടീം ന്യൂസിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ RCBയുടെ കാര്യത്തിൽ RCBക്ക് ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഓവർസീസ് കോമ്പിനേഷൻ ആരൊക്കെ കളിപ്പിക്കുന്ന ഒരു കൺഫ്യൂഷൻ ഉണ്ട് അവർക്ക്. കാരണം ഇപ്പോൾ റൊമാരിയോ ഷെപ്പേർഡ് നല്ല ഫോമിലാണ്, ജേക്കബ് ബെത്തൽ ഫോമിലുണ്ട്, നമ്മുടെ ഫിൽസാൾട്ട് ഫോമിലാണ്. ടിം ഡേവിഡിന്റെ കാര്യം പറയാനുണ്ട്. ടിം ഡേവിഡ് കഴിഞ്ഞൊക്കെ അവർക്ക് മികച്ച പെർഫോമൻസാണ് നടത്തിയത്. പിന്നെ ഇപ്പോൾ ഏസിലൂഡ് ഇല്ല, അതായത് തുഷാരില്ല. അപ്പോൾ അവർക്ക് ബൗളിങ്ങിന് ഒരു വിദേശ നിരയാണ്. അതുകൊണ്ട് അവർ ജേക്കബ് ഡഫീനെ കളിപ്പിക്കാനുള്ള സാധ്യത. അപ്പോൾ അവർക്ക് കൺഫ്യൂഷനാണ് അവരുടെ ടീമിലേക്ക് വന്നാൽ. പിന്നെ അവർക്കിപ്പോൾ നമ്മുടെ ഇന്ത്യൻ ബോളേഴ്സായിട്ട് ഭുവനേശ്വർ കുമാർ, സുയാഷ് ശർമ്മ, നമ്മുടെ റാസിഖ് സലാം ഇമ്പാക്ട് ആയിട്ട് കളിക്കാനാണ് സാധ്യത കൂടുതൽ. അതുപോലെ ഇപ്പോൾ നമുക്ക് സൺറൈസേഴ്സിന്റെ ന്യൂസിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ സൺറൈസേഴ്സിന് ഇപ്പോൾ പാറ്റ് കമ്മിൻസ് ഇല്ല, അദ്ദേഹം കളിക്കില്ല. അതിന് വിശദമായിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. അപ്പം പാറ്റ് കമ്മിൻസ് ഇല്ല. പിന്നെ അതേപോലെ നമ്മുടെ ഈശാൻ മല്ലിംഗയോ ലിവിങ്സ്റ്റൺ ഏതോ ഒരാളെ കളിപ്പിക്കാൻ പറ്റൂ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഇപ്പോൾ ജേദ് ഉണട്കട്ടായിരിക്കും അവരുടെ ബോളിംഗ് ലൈനപ്പിനെ നയിക്കാനുണ്ടാവുക. കൂടാതെ ഇപ്പോൾ ഹർഷൽ പട്ടേൽ, ഹർഷ് ദുബെ, നമ്മുടെ ഇങ്ങനെ പുതിയ പ്ലേയേഴ്സും ഉണ്ട്. ബ്രൈഡൻ ഗാർഡ്സ് കാര്യം പറയാൻ പറ്റും. ബ്രൈഡൻ ഗാർഡ്സ് കളിക്കാനുള്ള സാധ്യത കൂടുതലാണ്. മല്ലിംഗ് ഇപ്പോൾ ഒരു ലോങ് സെഷൻ തന്നെ ഉണ്ടായിരുന്നു പ്രാക്ടീസ് നെറ്റ്സിൽ ബോളിംഗ് ചെയ്യാൻ വേണ്ടി, ഈശാൻ മല്ലിംഗ. അപ്പോൾ അദ്ദേഹം കളിപ്പിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതേപോലെ സലീൽ അറോറ IPL ഡെബ്യൂയുടെ സാധ്യതയും കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ രണ്ട് ടീമിന്റെയും പോസിബിൾ 11ലേക്ക് നമുക്കൊന്ന് പോകാം. RCBയുടെ കാര്യത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ RCBയുടെ കാര്യത്തിലേക്ക് വിരാട് കോഹ്ലിയും ഫിൽസാൾട്ടും കൂടെ ഓപ്പൺ ചെയ്യും. ദേവദത്ത് പടിക്കൽ നമ്പർ 3, നമ്പർ 4 രജത് പട്ടിദാർ, നമ്പർ 5 ജിതേഷ് ശർമ്മ വരും, നമ്പർ 6 ജേക്കബ് ബെത്തൽ ഓർ ടിം ഡേവിഡ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു കൺഫ്യൂഷൻ ഉണ്ട്. പിന്നെ നമ്പർ 7 റൊമാരിയോ ഷെപ്പേർഡ് വരും, നമ്പർ 8 കൃണാൽ പാണ്ഡ്യ, നമ്പർ 9 ഭുവനേശ്വർ കുമാർ, നമ്പർ 10 സുയാഷ് ശർമ്മ, നമ്പർ 11 ജേക്കബ് ഡഫി. ഇമ്പാക്ട് ആയിട്ട് റാസിഖ് സലാം വരാനുള്ള സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ SRSന്റെ കാര്യത്തിലേക്ക് വന്നാൽ അഭിഷേക് ശർമ്മയും ട്രാവിസ് ഹെഡും കൂടി ഓപ്പൺ ചെയ്യാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമ്പർ 3 വിശേഷം, അതായത് ചിലപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. നമ്പർ 4 ഹെൻറിക് ക്ലാസൻ, നമ്പർ 5 നിതീഷ് കുമാർ റെഡ്ഡി, നമ്പർ 6 സലീൽ അറോറ, നമ്പർ 7 അനികേത് വർമ്മ, നമ്പർ 8 ലിയാം ലിവിങ്സ്റ്റൺ ഓർ ഈശാൻ മല്ലിംഗ, നമ്പർ 9 ഹർഷ് ദുബെ, നമ്പർ 10 ബ്രൈഡൻ ഗാർഡ്സ്, നമ്പർ 11 ഹർഷൽ പട്ടേൽ. ഇമ്പാക്ട് ആയിട്ട് ജേദ് ഉണട്കട്ട് വരാൻ സാധ്യതയുണ്ട്. മികച്ച പോരാട്ടമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ മത്സരത്തിൽ SRH ജയിക്കുമെന്നാണ് നമ്മളുടെ പ്രഡിക്ഷൻ. നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി വീണ്ടും എത്തിയിരിക്കും.